ഇപ്പൊ ചേച്ചിയെ മോഡലാക്കാൻ ഒരു അഡ്വർടൈസിംഗ് കമ്പനി തയ്യാറാണ്. അത് വേണ്ടെന്ന് വെക്കരുത്. ചില ഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ പിന്നെ അത് തിരിച്ചു പിടിക്കണമെന്ന് പലവട്ടം ശ്രമിച്ചാലും നടക്കില്ല. ചേച്ചിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ മോഡലിംഗ്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതുണ്ടാക്കി തന്ന ആദം ജോണിനെയും. ശരി. എന്താടാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു ഫോണില്? അമ്മച്ചിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നു. ഇവിടെ ചാർജ് എടുത്തോ? ഇവിടെ വെച്ചാ നോർത്തിലെ കമ്മീഷണർ ഓഫീസിൽ. ആരാടാ? അമ്മച്ചിക്ക് വേണ്ടപ്പെട്ട ആളെന്ന് വെച്ചാ ഊഹിച്ചൂടെ? നമ്മുടെ ഐഷയാണോടാ? പിന്നല്ലാതെ ആരാ അമ്മച്ചി? അവൾ ഇങ്ങോട്ട് വരുന്നു. വിളിച്ചിരുന്നോ നിന്നെ? വിളിച്ചു. ഇവിടെ സർക്കാർ വക ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അവൾക്ക് സ്വന്തം ഫ്ലാറ്റും ഉണ്ട്. പക്ഷെ പെട്ടിയും കിടക്കിയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നു എന്നാ പറഞ്ഞ. അമ്മച്ചിയുടെ മീൻകറിയും വറുത്തരച്ച പോത്തും ഒക്കെ അവളുടെ നാവി കിടന്ന് കപ്പലൊടിക്കുന്നുണ്ടെന്ന്. പാവം കുട്ടിയാ, ഞാൻ വെച്ച് വിളമ്പി കൊടുത്തോളാം. പക്ഷേ വരുന്നത് വെറുതെ ഒരു വിസിറ്റിങ്ങിനൊന്നും അല്ലല്ലോ. എന്തായാലും അവള് പോലീസ് സർവീസിലെ ഒരു റാങ്ക് ഹോൾഡർ അല്ലേ? വരുന്നതിന് കൃത്യമായിട്ടുള്ള കാര്യമുണ്ട് അമ്മച്ചി. എന്താടാ? അന്വേഷണം അങ്ങ് തലപ്പത്തിൽ നിന്ന് തുടങ്ങി. നമ്മുടെ സുജിയുടെ ജീവിതത്തിലേക്ക് വരെ എത്തുന്ന കാര്യങ്ങള് ഇനി ആയിഷ അന്വേഷിക്കും. IPSന്റെ ബലത്തില്. 6 വർഷം മുൻപത്തെ ഒരു കേസും കുത്തിപ്പൊക്കിയ അവൻ ഇപ്പൊ വന്നിരിക്കുന്നത്. അതും ഓഫീസിൽ വന്നതിനെ നാണം കെടുത്തി. കൊല്ലട്ടെ ആൻസി, ഞാനവനെ ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ തീർത്തട്ടെ അവനെ. 6 വർഷത്തിന് ശേഷം വാസുദേവ പൊതുവാളിന്റെ അനിയൻ നിന്നെ അന്വേഷിച്ചു വന്നത് സ്വന്തം അഭിപ്രായത്തിലാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കുറച്ചുകാലം അവൻ നാട്ടിലില്ലായിരുന്നു എനിക്കറിയാം. ആ സമയത്ത് ഞാനും ബാംഗ്ലൂരായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അവൻ വന്നതാ. വെറുതെ നിന്നെ കാണാൻ വന്നതായിരിക്കില്ല അവൻ. വക്കീലിനെ വളഞ്ഞ ബുദ്ധി വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ. പറ. അവന്റെ പിറകില് ശക്തനായ ആരോ ഒരാളുണ്ട്. ആര്? ആരാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ നിയമത്തിന്റെ വഴിയില് ഒരു അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പോലീസ് കേസാണോ നീ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആയിക്കൂടാന്നില്ല. ഈ ഹരിഹര പൊതുവാളിനെ മുന്നിൽ നിർത്തി ആരോ നിനക്കെതിരെ കളിക്കുന്നതാ. അതാ ഞാൻ ചോദിച്ചത്, അവനെ കൂടി അങ്ങ് കൊന്നു കളഞ്ഞാലോന്ന്. അവനെ കൂടി എന്ന് പറയുമ്പോ ഇതിനു മുമ്പ് നീ ആരെയോ കൊന്നു കളഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഒരാളെ കൊന്നാലും 9 പേരെ കൊന്നാലും തെളിവും സാക്ഷികളൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? അപ്പോ തെളിവുകളൊന്നുമില്ലാതെ വാസുദേവ പൊതുവാളിനെ നീ അവസാനിപ്പിച്ചതാണല്ലേ? റൂബി, സത്യം എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയ്. വാസുദേവൻ ആനക്കമ്പം കയറി പൂരത്തിന് പോയതാ ആൻസി. ആനച്ചോറയെ കൊലച്ചോറ ആൻസി. അത് വാസുദേവൻ അറിയില്ലായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു പഠിച്ചോളെ കാത്തിരക്ഷിക്കണേ. സുബഹിയല്ലേ? ഒന്ന് പോടാ. ഉച്ചയ്ക്കാണോ സുബഹി? ഓ, എന്നാ പിന്നെ അമ്മച്ചി പറ. അസറാണോ നുഹറാണോ മോളെ? ലുഹറ ഉമ്മച്ചി. അതെ, ഉമ്മച്ചിയല്ല അമ്മച്ചി. എന്നെ ഇവള് ഉമ്മച്ചിന്ന് വിളിച്ചാ മതി. വിളിപ്പേരിലല്ലോ, മനസ്സിന്റെ നേരിലല്ലേ കാര്യം. റബ്ബിൽ ആലമീനായ തമ്പുരാൻ ജീവിതം എണ്ണപ്പെടുത്തിയിരിക്കുന്നു. എനിക്കും ദേ ഈ നിൽക്കുന്ന സുജാതയ്ക്കും. അയ്യോ, മോള് പരിചയപ്പെട്ടില്ലല്ലോ. ഇതാണ് എന്റെ ജോക്കുട്ടിന്റെ ഫ്രണ്ടെന്നും പറഞ്ഞ് ഇവിടെ വരാറുള്ള ഒരേ ഒരു പെണ്ണ്. മുരുകേശനല്ലാതെ ഇവന്റെ തോന്നിവാസം സഹിക്കുന്ന ഒരേ ഒരു പെൺകുട്ടി. ഇതുവരെ ഇങ്ങനൊരാളെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ചില ബന്ധങ്ങൾ അങ്ങനെ സുജെ, പറയാതെ പറഞ്ഞറിയിക്കേണ്ടി വരും. വരുമ്പോ കൂടും കുടുക്കേട്ടാ സാധാരണ വരാറ്. എന്റെ മുറിയിലേക്ക് നോക്ക്. സാരിയും സൽവാറും മുതലേ സർക്കാർ കൊടുത്ത യൂണിഫോം വരെ അവിടെ കൂട്ടിയിട്ടുണ്ട്. യൂണിഫോമോ? ഞാൻ സുജാതയെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ, കണ്ട് സംസാരിക്കാനും. ഞാൻ ഐഷ ബീഗം, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. മോറോവർ ഇവന്റെ ഫ്രണ്ടാണ്. സ്നേഹം അളന്ന് നോക്കാത്ത കൂട്ടുകാരിയാണ്. അങ്ങനെ അളന്ന് തൂക്കി നോക്കിയിട്ടില്ലെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ സുജെ. ഈ 5 നേരത്തെ നിസ്കാരം പോലെ
അളന്നു തൂക്കി ചിട്ടപ്പെടുത്തി സ്നേഹം കാച്ചി കുറുക്കി തരുന്നൊരു പെണ്ണ ഈ ആയിഷ. പക്ഷേ സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു കൂട്ടുകാരിയില്ലേ സുജാതയ്ക്ക്? അവളെ കുറിച്ച് അറിയാനാ ഞാൻ വന്നത്. റൂബിയെ കുറിച്ച്. എനിക്ക് അവളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഉണ്ടാവണം. അതറിഞ്ഞിട്ടേ ഞാൻ പോവൂ. അതിനു മുമ്പ് ഇവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. വാ. ആന്റി, ഇതെന്താ? ഞാൻ ചിന്തിക്കാത്ത തരത്തിൽ ആദത്തിനൊരു ബന്ധം. ഹ, ആവശ്യമില്ലാതെ അവനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന പോരെ. ഇതെന്താ നീ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന പോലെ? ഈ മുറി എനിക്ക് എപ്പോഴും പുതുമയാ ജോക്കുട്ട. എപ്പോഴോ മരിച്ചുപോയൊരു പെണ്ണിനെ വെറുതെ സെല്ലുലോയിഡിൽ ചാലിച്ച് വർണ്ണ ചിത്രങ്ങളാക്കി വെച്ചിരിക്കുന്ന ഒരു മുറി. ആയുസ് ബാക്കിയില്ലാതെ പോയൊരു ആത്മാവിനെ കുടിയിരുത്തിയിരിക്കുന്ന മുറി. എനിക്ക് ഈ ചിന്താഗതികളോടൊക്കെ പുച്ഛമാണ്. ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് നിനക്കൊന്ന് ജീവിക്കാൻ ശ്രമിച്ചൂടെ? തിരിച്ച് എനിക്ക് നിന്നോട് ഇത് തന്നെ ചോദിക്കാനുള്ളത്. ഖബറിലടങ്ങിയ വാപ്പിയെയും കുരുക്കിൽ തൂങ്ങിയ ഉമ്മയെയും കണ്ടിടം കയറി നടക്കുന്ന ഇക്കയെയും ഒന്ന് മറന്നുകൂടാ നിനക്ക്? ഓർമ്മകളെ കുറിച്ച് നിനക്ക് എന്തറിയാൻ ജോക്കുട്ട? അത് മറക്കാൻ ശ്രമിക്കും തോറും മലവെള്ളം പോലെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നതാ. ഈ IPS പോലും യത്തീംഖാനയുടെ 4 ചുവരുകൾക്കകത്ത് എന്റെ കഷ്ടപ്പാടിൽ നിന്നുണ്ടായതാ. കണ്ണീര് കണ്ണിന് മാത്രം സ്വന്തം ജോക്കുട്ട. അത് പീലികളിൽ നിന്ന് അടർന്നു വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടും ഇടനെഞ്ചൊന്ന് പൊട്ടിപ്പോയ പേടിയാ എനിക്ക്. നിലത്ത് വീഴാതെ കണ്ണീര് ഒപ്പിയെടുക്കാൻ ഒരാളില്ലല്ലോ എന്ന് വിചാരിച്ച്. നീ എന്നെ അപ്പോ ഒരു അന്യനായിട്ട് കണ്ടോ ആയിഷ? നിന്റെ കണ്ണു നിറഞ്ഞ എന്റെ നെഞ്ചു പിടയില്ലെന്ന് വിചാരിച്ചോ? എനിക്കറിയാം, ഏതവസ്ഥയിലും നീ എന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ എനിക്കാവശ്യം നിന്നെയല്ല. നീയൊരു മരണത്തിന്റെ മാലാഖയിൽ ചുറ്റപ്പെട്ട് കിടക്കുക. അതിൽ നിന്ന് നിനക്ക് ഒരു മോചനവും ഉണ്ടാവില്ല. എനിക്കാവശ്യം പറക്കല. ഈ പോലീസ് സർവീസിലെ ചിഹ്നങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ആദ്യോ അന്തോ നോക്കാതെ അങ്ങ് പറക്കാൻ. അപ്പോ ഈ ജോലിയോട് ഒരു ഉത്തരവാദിത്വം ഇല്ല നിനക്ക്? ജോക്കുട്ടിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഞാൻ ചോദിച്ചത് നിനക്ക്. ചോദിക്കണ്ട. അള്ളാഹുവിന്റെ കിതാബില് നീതിയുടെ ഒരു പേജ് എന്റെ പേരിലുണ്ട്. സംസം കിണറ്റിലെ ഒരു കൈക്കുടന്ന ജലം എനിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ജോക്കുട്ട. നീതികേടും നെറികേടും ചെയ്ത് ആ പുണ്യം ഞാൻ വേണ്ടെന്ന് വെക്കില്ല. നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ ASP ഓഫീസില് സകലവിധ അധികാരത്തോടെ. അറിയാലോ, നീ കാണുന്ന ആളല്ല യൂണിഫോമിൽ ഞാൻ. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. വിത്തിൻ 2 hours താൻ എനിക്ക് സ്പോട്ടിൽ നിന്ന് FIR റിപ്പോർട്ട് ചെയ്തിരിക്കണം. വിളിച്ചിരിക്കണോ എന്നെ? ദാറ്റ്സ് ഓൾ. സുദർശന, താനൊന്ന് പാലക്കാട് വരെ പോണം. പോകാം മാഡം. കൂടെ ജീവനെയോ ഹരികുമാരനെയോ കൂട്ടിക്കോ. അവിടെയാണ് വാസുദേവന്റെ തറവാട്ടുമടം. അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്നൊന്ന് അന്വേഷിക്കണം. ശരി മാഡം. ഈ ഹരിഹര പൊതുവാൾ പറയുന്നതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയണം. ശരി മാഡം. പിന്നെ തന്നോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ആ പരിസരം, നാട്ടുകാര്, പിന്നെ ബാലദുർഗാദേവി ക്ഷേത്രം, അങ്ങനെ കണ്ണി കാണുന്നതും കാതി കേൾക്കുന്നതും എല്ലാം അറിഞ്ഞു വരണം. ഓക്കെ, ഞാൻ ഈ ഫയലൊന്ന് പഠിക്കട്ടെ. മാഡം, ആ ഹരിഹര പൊതുവാൾ വന്നിട്ടുണ്ട്. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയേ, വിളിപ്പിക്കാം. ശരി മാഡം. ഇതൊരു വിശാലമായ ഡബിൾ ബെഡ്റൂം. ശീതീകരിച്ച ഈ മുറിയിലെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിലേക്ക് നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ? എന്തായാലും വ്യക്തിപരമായ ഒരു അടുപ്പം വെച്ച് റൂബിക്ക് വിളിച്ചു വരുത്താൻ പറ്റിയ ആളല്ല അലക്സ് പോൾ. അത്രയ്ക്ക് ചെറുതാക്കണ്ട. ഈ ഫൈബർ ഫോം ബെഡിന് പറ്റിയ 6 അടി പൊക്കത്തിലുള്ള ഒത്ത ഒരാളാണ് ഞാൻ. കൊന്നത്തെങ്ങ് പോലെ വളരുന്നതിലല്ലോ കാര്യം. കാമ്പും കാതലും വേണം. അതുകൊണ്ട് അത് വീട് സാർ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് സാറിടുന്ന കാക്കിയുടെ ബലം വിലയ്ക്ക് വേണം. കാശ് തരാമെന്നാണ് പറഞ്ഞെങ്കിൽ എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. ഒരിക്കൽ കൂടി
കള്ളനോട്ടെടുത്ത് കത്തിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. വക്കീലും പോലീസും കൂടെ സംസാരിച്ചോ? ഓ, അപ്പൊ കരുതിക്കൂട്ടി വക്കീലിനെ കൊണ്ടായിരുന്നു റൂം എടുത്തതല്ലേ? പിന്നെ അല്ലാതെ സാർ എന്ത് വിചാരിച്ചു? നേരത്തെ പറഞ്ഞ പോലെ പട്ടുമെത്തയിലെ ധാരാളിത്തത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണെന്നോ? അതിനെ റൂബി വേറെ ജനിക്കണം. കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. 6 വർഷം മുമ്പ് മിസ്സിംഗ് ആയ വാസുദേവ പൊതുവാട് സത്യത്തിൽ റൂബിയുടെ ഭർത്താവൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ പൊതുവാളിന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ വാസുദേവ പൊതുവാൾ റൂബിയുടെ ആദ്യ ഭർത്താവാണ്. ഒരടുപ്പുണ്ടായതൊഴിച്ച അയാൾ എന്റെ ആരുമല്ല. സജിത്തും ആരും ആയിരുന്നില്ലല്ലോ. നാളെ പ്രകാശനും ആരുമല്ലാതാവും. നമുക്ക് കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ വഷളാക്കണ്ട. നേർക്ക് നേരെ കാര്യങ്ങൾ പറയാനാ ഞാൻ വിളിപ്പിച്ചത്. ഈ കേസിൽ തുടരന്വേഷണം ഉണ്ടാവരുത്. ഒരു തരത്തിലും ഈ കേസ് റൂബിയെ ബാധിക്കരുത്. തുറന്നു ചോദിക്കാം, അതിനെന്ത് വേണം സാറിന്? ഇനിയൊരു കബളിപ്പിക്കലിൽ നിന്ന് തരില്ല ഞാൻ. അതുകൊണ്ട് നേരിട്ട് കാശായിട്ട് വേണ്ട, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സമ്മതിച്ചു. എത്ര രൂപ വേണം? അത് ഞാൻ പിന്നീട് ആവശ്യപ്പെടാം. ഈ ഹരിഹര പൊതുവാളിന്റെ പരാതി മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ സാറിന്? നോക്കാം. അത് പക്ഷേ റൂബിയെ വിശ്വസിച്ചല്ല, ഈ വക്കീൽ ഉറപ്പ് തരുമെങ്കിൽ. ഞാൻ വാക്ക് തരുന്നു. ഈ കേസ് അവസാനിപ്പിച്ചാൽ സാറ് ചോദിക്കുന്ന പണം എന്റെ അക്കൗണ്ടിൽ നിന്ന് തരും. കേസ് ഒന്ന് തീർത്ത് തന്നാ മതി. പിന്നെ ഹരിഹര പൊതുവാളുടെ കാര്യം അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പറയൂ ഹരി, എവിടുന്നാണ് തുടക്കം, എവിടെയാണ് അവസാനം? ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു തന്റെ ഏട്ടന്റെ ജീവിതത്തില്? ഏട്ടനൊരു പാവമായിരുന്നു. ഭഗവതിയെ പാടി ഉണർത്തുന്നൊരു സാധു. അതൊക്കെ എനിക്കറിയാം ഹരി. പാലക്കാട് ഒരു സാധാരണ ഗ്രാമത്തിലെ ബാലദുർഗാദേവി ക്ഷേത്രത്തിലെ സോപാന ഗായകനായിരുന്നു വാസുദേവ പൊതുവാൾ. ദൈവത്തിനും മനുഷ്യർക്കിടയില് പാട്ടുകൊണ്ട് കൃത്യമായൊരു വേവ് ലെങ്ത് ഉണ്ടാക്കിയ ആൾ. അതേ ക്ഷേത്രത്തിൽ ഇലകളും പൂക്കളുമായി മാല കെട്ടാൻ വന്നുകൊണ്ടിരുന്ന ഒരു നാടൻ പെണ്ണ് റൂബി. ഇനി പറയൂ, ഇവര് തമ്മിൽ എങ്ങനെയാണ് അടുത്തത്? ഏട്ടൻ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. സത്യം പറഞ്ഞ ഏട്ടൻ ഒരിക്കലും അവളെ മോഹിച്ചിരുന്നില്ല. ഏട്ടന്റെ സംഗീതം, ഇടയ്ക്കിടെ താളം, അതെല്ലാം അവള് മോഹിക്കുന്നതായിട്ട് ഭാവിക്കുകയായിരുന്നു. നിർബന്ധപൂർവം ഏട്ടന്റെ മനസ്സിൽ മോഹം ഉണ്ടാക്കുകയായിരുന്നു ആ സ്ത്രീ. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈവണങ്ങുന്നേ. ലോകനാഥേ ദാനവാരി മനസ പങ്കജവാസേ ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈവണങ്ങുന്നേ. പണ്ടനീക്കാർ കൂന്തലാളെ കൊണ്ടൽ വന്ന പ്രിയേ ദേവി ഇണ്ടൽ തീർത്തു കാത്തു കൊള്ളുക. ആരായില്ലേ മോളെ? ആയല്ലോ. ചാർത്താനുള്ള പുഷ്പങ്ങളോ? എല്ലാം കീഴ്ശാന്തി ഏൽപ്പിച്ചിട്ടുണ്ട്. ഊട്ടുപുരിലേക്ക് നിന്റെ കണ്ണൊന്ന് ചെല്ലണേ, അല്ലെങ്കിൽ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ജാനകി ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കും. നേർച്ചപ്പായസോ അടിക്കി പിടിക്കരുത്. ഞാൻ നോക്കാം. ശോകനാശിനി നിൻ പാദം ആശു ഞാൻ കൈവണങ്ങുന്നേ. ഇന്ന് പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പാടിയില്ലായിരുന്നോ? പാടി. നിവേദ്യം കഴിഞ്ഞപ്പം വെറുതെ പുറത്തിറങ്ങി നിന്നേ ഉള്ളൂ. അല്ല, ഇതെന്താ? തുളസിമാല കണ്ടിട്ടില്ലേ? കാണാത്തതുകൊണ്ടല്ല, ഭഗവാൻ അർപ്പിക്കേണ്ട മാല എന്റെ നേർക്ക് നീട്ടിയപ്പോ അത്ഭുതപ്പെട്ടു പോയതാ.
എനിക്ക് ഭഗവാനെ പോലെ അത്ഭുതമാണ് വാസുദേവന്. ഈ സ്വരസംഗീതത്തിലല്ലേ ഭഗവാൻ ഉണരുന്നതും ഉറങ്ങുന്നതും. അത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നതിൽ എന്താ തെറ്റ്? ഞാൻ വാസുദേവന്റെ സമ്മതം ചോദിച്ചില്ലല്ലോ. എന്തായാലും ഇത് വാങ്ങിക്ക്. ശ്രീകോവിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന തുളസിയാ. എന്റെ ഒരു ഇഷ്ടമല്ലേ. ഇത് കയ്യിൽ വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. തൃക്കാർത്തികയ്ക്ക് വിളക്കുണ്ടാവും അല്ലേ? ആ 1000 തിരി. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ. അമ്പലം മുഴുവൻ പ്രകാശിക്കും. വാസുദേവന്റെ മുഖത്തും ഞാൻ ആ പ്രകാശം കാണും. കളിയാക്കണ്ട, ഞാനൊരു പാവൻ സോപാന ഗായകനല്ലേ. അങ്ങനെ പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. കഴിവ് കഴിവ് തന്നെയാ. ആ, തിരുമേനി ഊട്ടുപുരയിലൊക്കെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നടന്നാലോ? പിന്നെന്താ. റൂബി എന്നും രാവിലെ മാല കെട്ടി ഭഗവാനെ ചാർത്തിയിട്ടേ മടങ്ങൂല്ലേ? അപ്പോ എന്നെ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും എന്റെ ഒരു ലോകത്തായിരിക്കും. സോപാനത്തിൽ നിൽക്കുമ്പോ ഞാനും ഭഗവാനുമായിട്ടൊരു അടുപ്പുണ്ടാവും. ഇടയ്ക്കലുണ്ടാവണ താളം എന്റെ ഹൃദയ സ്പന്ദനാണ്. അത് ഭഗവാൻ അറിയുന്നുണ്ടെന്ന് വിചാരിച്ചങ്ങ് പാടുമ്പോ പിന്നെ പരിസരങ്ങളെല്ലാം അങ്ങ് മറക്കും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ കൂടുതൽ ശ്രദ്ധിക്കാറില്ലെങ്കിലും വാസുദേവനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്. വാസുദേവന്റെ സംഗീതം ആസ്വദിക്കാറുണ്ട്. അതൊക്കെ എന്റെ മനസ്സിൽ നടക്കുന്ന പുഷ്പാഞ്ജലികളാ. വള്ളിയിൽ കുറുക്കുന്ന തുളസിമാലയില് എന്റെ മനസ്സുണ്ട്. ആ മനസ്സാ ഞാൻ ഭഗവാൻ അർപ്പിക്കുന്നത്. ഇപ്പൊ വാസുദേവന് തന്നതും. എന്താ ഇഷ്ടായില്ല ഞാനങ്ങനെ പറഞ്ഞത്? ആരോടും ഇഷ്ടക്കേടില്ല റൂബി. എന്നാ കൂടുതൽ അടുപ്പവും കാണിക്കാറില്ല. മഠത്തുനിന്നിറങ്ങിയ അമ്പലം, അവിടുന്ന് തിരിച്ച് മഠത്തിലേക്ക്. ഇതിനിടയിൽ അമ്പലക്കുളവും ആൽത്തരം കഴിഞ്ഞ എന്റെ ലോകം തീർന്നു. അതിനിടയിൽ ഇഷ്ടപ്പെടാനും ഇഷ്ടക്കേടിനൊക്കെ നേരം കണ്ടെത്താറില്ല. പരിചയക്കാരെ കണ്ടാ ചിരിക്കുന്നതല്ലാതെ പരിചയം പുതുക്കാൻ നിൽക്കാറില്ല. ഈ ഒതുങ്ങിയ പ്രകൃതോ എനിക്കിഷ്ടായത്. പിന്നെ ഈ നാവിൽ നിന്ന് വരുന്ന ശുദ്ധ സംഗീതവും വാക്കുകളും. റൂബിക്ക് ആരൊക്കെ ഉണ്ട്? ആരും ഇല്ലെന്ന് പറയുന്നതാവും സത്യം. ഒരേട്ടനും ഏട്ടത്തി അമ്മയൊക്കെ എവിടെയോ ഉണ്ട്. ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവരവരുടെ വഴിക്ക് പോയി. അച്ഛൻ്റെ അമ്മയുടെയും കാലശേഷം ഞാൻ തീർത്തും ഒറ്റയ്ക്കായി. അനാഥയാണെന്ന് ഞാൻ ആരോടും പറയാറില്ല. എന്തിനാ അതൊക്കെ പറഞ്ഞ് ആളുകളുടെ സിമ്പതി പിടിച്ചു വാങ്ങുന്നേ? അമ്പലത്തിൽ പൂജിക്കുന്ന മാലയും ഇവിടുന്ന് കിട്ടുന്ന പടച്ചോറും ഉണ്ടെങ്കിൽ എന്റെ കാര്യം ഭംഗിയായി. അപ്പൊ താമസിക്കുന്നതോ? കൃഷ്ണൻപൂറ്റിയുടെ കാരുണ്യത്തിൽ ഊട്ടുപുരയ്ക്കപ്പുറത്തൊരു മുറി. അത് തന്നെ ധാരാളം. പിന്നെ ഇടയ്ക്ക് കുട്ടികളെ സംഗീതം കേൾക്കുന്നുണ്ടല്ലോ, ഓർമ്മയിൽ വെക്കാൻ അതൊക്കെ മതി. വളരെ പെട്ടെന്ന് അവര് തമ്മിൽ അടുപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. അത്രയ്ക്ക് കഴിവുണ്ടായിരുന്നു റൂബിക്ക്. അത്രയ്ക്ക് സാധുവായിരുന്നു തന്റെ ഏട്ടൻ. അതെ, ഏട്ടന്റെ മനസ്സ് അങ്ങനെയായിരുന്നു. ഇഷ്ടപ്പെടാനേ അറിയൂ. മഠത്തിലുള്ളവരാരും സമ്മതിക്കില്ല എന്ന് അറിയാമായിരുന്നിട്ടും ഏട്ടന് മനസ്സ് കൈവിട്ടുപോയി. അപ്പോ ഹരിക്ക് സൂചനയൊന്നും കിട്ടിയില്ലേ? എല്ലാ കാര്യങ്ങളും ഏട്ടൻ എന്നോട് പറയാറുള്ളതാ. ഇതും പറഞ്ഞു, ഒരിഷ്ടമുണ്ട്, അത് മറക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോ ഹരി റൂബിയെ കണ്ടിട്ടുണ്ടായിരുന്നു? ഉണ്ട്, അമ്പലത്തിൽ ചെല്ലുമ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീയെ കണ്ട ഒരു പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്തിയോ? എത്തി. സത്യത്തില് ഞാൻ അത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആ കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞു. നിർമ്മാല്യം തൊഴുതു തീർന്നോ? അതൊരിക്കലും മുടക്കാറില്ലല്ലോ. ആടയാഭരണങ്ങൾ അഴിച്ച് പനിനീരിലും പാലിലും ഭഗവാനെ കുളിപ്പിക്കണ തീർത്ഥ ജലാണ് ആദ്യം സേവിക്കുക. പിന്നെ ഭഗവാന് ചന്ദനം കൊണ്ട് മുഖക്കാപ്പിടുന്ന കണ്ട് സോപാൻ ആലപിച്ചിട്ട് ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് മടങ്ങാറുള്ളൂ. റൂബി നിർമാല്യത്തിന് വരാത്ത എന്താ? എനിക്ക് അല്ലാതെ ഭജനയുണ്ട്. വെളുപ്പിന് കുളി കഴിഞ്ഞ് വന്ന എന്റെ മുറിയിൽ തന്നെ. പ്രസാദം. അർച്ചന പ്രസാദല്ലേ, അതിനി വേണമെന്നില്ല.
നേരം പോയില്ലേ? അത് സാരമില്ല. ഇത് ഞാൻ വാസുദേവന് വേണ്ടി കഴിപ്പിച്ചതാ. ഞാൻ തൊട്ടേരട്ടെ? ആരെങ്കിലും കണ്ടോണ്ട് വന്നാ തെറ്റിദ്ധരിക്കില്ലേ റൂബി? ധരിക്കട്ടെ, ഈ റൂബി സോപാനഗായകന്റെ ആണെന്ന് 4 പേരെ അറിയട്ടെ. എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. എനിക്ക് ധൈര്യ കൂടുതലുണ്ട്. ഇഷ്ടം മറച്ചു വെക്കാനൊന്നും എനിക്കറിയില്ല. അത് പടർന്ന് പന്തലിക്കാനുള്ളതാ. മുല്ലവള്ളി പോലെ പടർന്ന് കയറാനുള്ളതാ. ഏട്ടാ, അനിയന എന്തോന്നായിട്ടാ ഇതൊക്കെ? നമ്മൾ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ആരെങ്കിലും വീട്ടിൽ വന്ന് അറിയിച്ചാൽ എന്ത് ചെയ്യും? പറയുന്നെങ്കി പറയട്ടെ ഹരി. എന്തായാലും വീട്ടിൽ സമ്മതിക്കാൻ പോണില്ല. ഏട്ടൻ പിന്നെ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവാ. ഏട്ടാ, പ്രശ്നങ്ങളാവില്ലേ? ജാതിയും മതമൊന്നും നോക്കാതെ. ഞാൻ അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്നേ ഉള്ളൂ. നല്ല കുലത്തിൽ തന്നെ ഞാനും ജനിച്ചത്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പോ. നിങ്ങൾ ഒരുമിച്ച് എവിടെ താമസിക്കും? ഞാനൊരു തറവാട് വീട് കണ്ടുവച്ചിട്ടുണ്ട്. വലിയ വാടകയൊന്നും ആവില്ല. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു.